ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ 3ാമത്തെ എപ്പിസോഡാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റിയും കണ്ടു, യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും കണ്ടു. ഇനി നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയുണ്ട്, അതായത് തഷ്കന്ത് സിറ്റി. തഷ്കന്തിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ മാർക്കറ്റായിട്ടുള്ള ചോർസോ ബസാറും അതിൻ്റെ അടുത്തുള്ള അമീർ തുമിർ സ്ക്വയറും തഷ്കന്ത് TV ടവറും മിനാർ മോസ്കൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് പോയി കാണാം. നമ്മളിന്ന് ഒറ്റക്കല്ല പോകുന്നത്, തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് നോർമലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടേതും നമ്മുടെ യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, ഈ മാർക്കറ്റ് സ്റ്റുഡൻറ്റ് എന്തിനാണ് വരുന്നത്, സ്റ്റുഡൻസിന് എത്ര രൂപയാണ് ഇതിനൊക്കെ വരാറുള്ളത്, എന്തൊക്കെയാണ് അവർക്ക് ഇവിടെ വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ, ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എല്ലാ മാർക്കറ്റുകളിലും പോകാറ്. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു ജേണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അബ്രോഡ് MBBS വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലുണ്ടോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തഷ്കന്ത് സിറ്റിയുള്ള മാർക്കറ്റും ഇവിടെയുള്ള സാധനങ്ങളും എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടി വരും. അതുകൊണ്ട് തഷ്കന്ത് സിറ്റി ഞാൻ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഞാൻ ചോർസോ ബസാറിലേക്ക് പോവാണ്. ചോർസോ ബസാർ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ടാക്സിക്കാരൻ ചോർസോ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഇറക്കി വിട്ടു. ഞാൻ നോക്കുമ്പോൾ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ ഉന്തുവണ്ടികളിൽ കളിപ്പാട്ടങ്ങളും ചായക്കടികളൊക്കെ വെക്കൂല നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ കുറേ ഉന്തുവണ്ടികളിൽ നട്ട്സും ഫ്രൂട്ട്സും ഡ്രസ്സും സമൂസയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. അതിന്റെ ഇടയിലൂടെ നടന്നിട്ട് ഞാൻ ബസാർ പോലൊന്നും കണ്ടില്ല. അങ്ങനെ ഞാനവിടെ ഡ്രസ്സ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിനോട് എടാ ഈ ചോർസോ ബസാർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ചൂണ്ടിയിട്ടൊരു സ്ഥലം കാണിച്ചു തന്നു. അങ്ങനെ ഓൻ കാണിച്ചു തന്ന സ്ഥലത്തിന്റെ ഉള്ളിലൂടെ കയറിയ സമയത്ത് 2 ഭാഗത്തും അടുപ്പിച്ച് കടകളായിരുന്നു. 2 ആൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ പള്ളി പെരുന്നാളിന്റെ ഇടയിലൂടെയും ചന്തയിലൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീലായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത്തറും ഗ്രോസറിയും ഡ്രസ്സുകളും പിന്നെ മൊബൈൽ പാർട്സ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളായിരുന്നു. ഇവിടെ ചെരുപ്പിൻ്റെ കടകളുണ്ട്. ചെരുപ്പിൻ്റെ കടകളിൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹുഫ. അതായത് ഇവർ ഷൂവിൻ്റെ അടിയിലിടുന്ന ഒരു തരം ഷോക്സ് ആണിത്. ഇവിടെ ഞാൻ ഡ്രസ്സിൻ്റെ റേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ 500 മുതൽ 1000 രൂപ വരെയാണ് ഡ്രസ്സിൻ്റെ റേറ്റുകൾ വരുന്നത്. പക്ഷേ നല്ല ക്ലോത്ത് ആയിരുന്നു. പിന്നെ ഇവരെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള സാധനമാണ്. അതായത് ഇവിടെ തണുപ്പായതുകൊണ്ട് തണുപ്പിനനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഉണ്ടാവുക. നമ്മളിവിടെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഉസ്ബെക്കി അല്ലെങ്കിൽ റഷ്യൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇവരോട് നെഗോഷിയേറ്റ് ചെയ്ത് റേറ്റ് കുറപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ 6 വർഷം പഠിക്കുകയാണെങ്കിൽ ഉസ്ബെക്കി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ടഫ് ഒന്നുമില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് തോന്നിയത്. കമ്മ്യൂണിക്കേറ്റീവ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 വർഷം 1.5 വർഷം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുമായിരിക്കും. ഈ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡൽഹി ജുമാ മസ്ജിദിന്റെ താഴെ ഒരു മാർക്കറ്റില്ലേ അതിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. ഉസ്ബെക്കിസ്ഥാനും ജോർജിയോ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ ഭയങ്കര ചീപ്പാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു റേറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടെ എല്ലാത്തിന്റെ കടകളും ഉണ്ട്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എന്തായാലും ഈ മാർക്കറ്റ് നടന്നു കാണുന്ന ഈ സമയത്ത് നമുക്ക് ഉസ്ബെക്കിസ്ഥാന്റെ കുറച്ച് കഥയും കൂടെ പറയാം. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതായത് കടലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടത്തുകാർക്ക് 2 രാജ്യങ്ങൾ കടന്ന് വേണം പോകാൻ. ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ച സമയത്ത് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും കടൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെങ്കീസ് ഖാൻ മുതൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് വരെ ഭരിച്ചിട്ടുള്ള രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. മുമ്പ് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന സിൽക്ക് റൂട്ട് ഉസ്ബെക്കിലൂടെയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഉസ്ബെക്ക്. ഇനി നമ്മൾ ഉസ്ബെക്കിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഉസ്ബെക്ക് മുമ്പ് ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പോലെ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. ഈ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡോക്ടറെയും നേഴ്സിനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉസ്ബെക്കുകൾ വിട്ടുവിട്ട് ജീവിക്കുന്ന ജനവിഭാഗമായിരുന്നു. അതായത് അവർ അടുത്തടുത്തല്ല വീട് വെച്ചിരുന്നത്. ഇങ്ങനെ വിട്ടുവിട്ട് താമസിച്ചുകൊണ്ട് ഡിസ്ട്രിക്റ്റിന് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരും നഴ്സുമാരും ഡിസ്ട്രിക്റ്റിന്റെ സെൻട്രലിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രമായിരുന്നു അവിടെ ചികിത്സ കിട്ടിയിരുന്നത്. ഈ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി 1880-ലും 90-ലും ഒരുപാട് ഔട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലുകൾ തഷ്കന്തിലും സമർഖന്ദിലും ആന്റിജനിലും ആയിട്ട് തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്കാണ് ഉസ്ബെക്കിസ്ഥാന്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ വലിയ മാറ്റം ഉണ്ടായത്. ഞാൻ നടന്ന് കാഴ്ചകൾ കണ്ട് മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തഷ്കന്തിലുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. എന്താ ഇടില്ല ആരെ കാണാൻ രസമുണ്ടോന്നാ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസാറിന്റെ ഡോമിന്റെ മുന്നിലെത്തി. ഡോം നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പള്ളീന്റെ മിനാരം പോലെ ഉണ്ട്. അതായത് ഒരു കലം കമിത്തി വെച്ച പോലെ ഒരു ബിൽഡിംഗ്. ഇവിടെ ഡോം എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കി ഭാഷയിൽ വീടെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചതിൽ ഉസ്ബെക്കി ഡിഷുകൾ എന്താ ഇഷ്ടപ്പെട്ടെ? ലവാഷ വേറൊന്നും കഴിച്ചിട്ടുണ്ടാ? ഇതാണ് ചോസോ ബസാറിന്റെ ഡോംബ്.
ഇതിൻ്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട കടകളും കച്ചവടങ്ങളും എല്ലാം ഉള്ളത്. ഡോമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചെറിയ ചെറിയ സ്റ്റാളുകൾ പോലെ നിറയെ കടകളായിരുന്നു. ഒരു വലിയ ഹാളിൽ നിറയെ ടേബിൾ ഇട്ട് അതിൽ സാധനങ്ങൾ വെച്ച പോലെ 2 നിലയായിട്ടായിരുന്നു ഈ ഡോം ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മീറ്റ് മാർക്കറ്റ് ആയിരുന്നു. ആ മാർക്കറ്റിൽ ചിക്കനും ബീഫും മട്ടനും മാത്രമല്ല കുതിരിറച്ചി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ വെളുത്ത നിറത്തിലുള്ള ഒരു ഇറച്ചി കണ്ടു. അതെന്താന്ന് വെച്ചാൽ പോലും പറഞ്ഞു, ഇതിന്റെ പേരാണ് ദൂംബ ഫാറ്റ്. ഇത് ഇറച്ചിയല്ല, ഒരു തരം ആടിന്റെ വാലിന്റെ ഭാഗത്തുള്ള ഫാറ്റ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. പ്രോസസ്ഡ് മന്തിയാണത്. മന്തി എന്ന് പറഞ്ഞാൽ മോമോസ് പോലത്തെ ഒരു സാധനമാണ്. പല മാർക്കറ്റും കണ്ടിട്ടുണ്ടല്ലോ. കോഴിന്റെ തല മാത്രം കഴിക്കും. ഇത് എങ്ങനെ കഴിക്കും എന്നുള്ള എനിക്കറിയില്ല. ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാ? ഇല്ല. കമോൺ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിന് 44,000 സോമാണ്. തഷ്കന്ത് ക്യാപിറ്റൽ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ കുറച്ചൊരു എക്സ്പെൻസ് എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ തഷ്കന്തിൽ ക്യാപിറ്റൽ സിറ്റിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും ഇവിടെ. ഡോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ട്രേഡ് നടന്നിരുന്ന സ്ഥലമാണ്. നമ്മൾ ബുക്കാറയിലൊക്കെ ഒരുപാട് ഡോംബുകൾ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ട്രേഡിംഗ് ഡോംബ് തന്നെയാണിതും. അപ്പോൾ ഇവിടെ ഫുൾ മീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ മീറ്റാണ്. പല തരത്തിലുള്ള മീറ്റുകളാണ്. ഈ ഒരു സാധനമല്ല പല മാർക്കറ്റിലും കാണിച്ചതാണ്. ഇത് ഉസ്ബെക്കി ഡിഷ് അല്ല, കൊറിയൻ ഡിഷാണ്. അപ്പോൾ കൊറിയക്കാരുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്താ പേര്? കിംസി. അപ്പോൾ ഇത് ഉസ്ബെക്കികൾ ഒരുപാട് തിന്നാറുണ്ട്. കാരണം ഉസ്ബെക്കി ഫാഷനും അതുപോലെ തന്നെ ഉസ്ബെക്കി ഡിഷുകളെല്ലാം കൊറിയൻ അഡോപ്റ്റ് ആയേക്കാണ് ഒരു പരിധി വരെ. ഉസ്ബെക്കിസ്ഥാൻ്റെ ഏത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു സാധനം കാണാതിരിക്കില്ല. ഏത് മാർക്കറ്റിലും ഈ സാധനം എന്തായാലും ഉണ്ടാവും. കിംസി ഭയങ്കര ഹെൽത്തിയാ പറഞ്ഞേക്കാം. കൊറിയക്കാരെല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ആ ഒരു കൊറിയൻ ഡിഷാണ്. പാലിൻ്റെ ഐറ്റംസ് ആണ്. അതായത് ഗീ, ബട്ടർ ഇതുപോലുള്ള സാധനങ്ങളാണ്. പാലിൻ്റെ ഐറ്റംസ് ആണ് ഈ ഭാഗത്ത് ഫുള്ള്. പക്ഷെ ബട്ടർ ഭയങ്കര ടേസ്റ്റ് ആണ്. അവിടുത്തെ നല്ല ടേസ്റ്റി ബട്ടറാണ്. ഐസ്ക്രീം പക്ഷെ വായിൽ വെക്കാൻ കൊള്ളൂല. ഐസ്ക്രീമിൽ ഭയങ്കര പാലിൻ്റെ ചോയായിരിക്കും. പക്ഷെ ബട്ടർ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ക്രീം ചീസ് ആണ് കേട്ടോ. ഇതിന് ഇവിടുത്തെ 15,000 രൂപ, ഓൾമോസ്റ്റ് ഒരു 120-130 റുപ്പീസ് ഉണ്ടാവും. ഡോമിന്റെ മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറാണ്. നട്ട്സിന്റെ ഒരു ഏരിയ ആണ് ഡോമിന്റെ ഫുള്ള്. ഇന്ത്യ നോ കേരള. ഡോമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കടകളായിട്ടാണ് എനിക്ക് തോന്നിയത്. ചോർസോ ബസാറിന് ഇറങ്ങി. ഇനി ഇവിടെ ഒരു അലോയ് ബസാറും കൂടെ ഉണ്ട്. സെയിം സാധനമാണ്, സെയിം കാര്യങ്ങളാണ്. അപ്പോൾ ഏത് സിറ്റി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ള മെയിൻ ഒരു സ്ഥലമാണ് അമീർ തിമൂർ സ്ക്വയർ. അപ്പോൾ അമീർ തിമൂർ സ്ക്വയറിലേക്ക് ഒന്ന് പോയി നോക്കാം. അമീർ തിമൂർ സ്ക്വയറിന്റെ തൊട്ട് സൈഡിലാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. നമ്മുടെ നാട്ടിലെ താജൊക്കെ പോലെ ഇവരുടെ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് കൗൺസിൽ ഉണ്ട്. ഇംഗ്ലീഷ് കൗൺസിൽ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ബ്രിട്ടീഷ് ഫോറത്തിൻ്റെ എന്തോ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് നമ്മൾ അമീർ തിമൂർ സ്ക്വയറിലേക്ക് പോകുന്നത്. ഇവിടെ ചെറിയ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള പോപ്കോണും അതുപോലുള്ള സാധനങ്ങളും സെല് ചെയ്യുന്നത് കാണാറുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമീർ തിമൂർ സ്ക്വയറിലേക്ക് പോകാം. ഇതാണ് അമീർ തിമൂർ സ്ക്വയർ. അമീർ തിമൂർ സ്ക്വയറിലേക്ക് എൻ്റർ ചെയ്യാണ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് പാർക്കാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാക്കിംഗ് പാർക്കാണ് ഈ ഒരു അമീർ തിമൂർ സ്ക്വയർ എന്ന് പറയുന്നത്. അവിടെ ശരിക്കും മെയിനായിട്ട് കാണാനുള്ള അമീർ തിമൂറിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. അമീർ തിമൂർ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു രാജാവായിരുന്നു. ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനും അമീർ തിമൂർ സ്ക്വയറിൻ്റെ സ്റ്റാച്യൂയും ഇംഗ്ലീഷ് കൗൺസിലൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ നല്ല രസമായിരുന്നു. എങ്ങനെയുണ്ട് അമീർ തിമൂർ സ്ക്വയർ? വെറുതെ നടക്കുക എനിക്കിഷ്ടമായില്ല. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ ഒരു ബൈക്ക് ഉണ്ടാവും കേട്ടോ. ബാംഗ്ലൂരിൽ യോലോ ഉണ്ടല്ലോ, അതേപോലെ തന്നെ സെയിം സാധനമാണ് ഈ ഒരു സാധനം, ബേർഡ്. അതായത് ബേർഡ് ബൈക്ക്. നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം എന്താ വെച്ചാൽ ആപ്പിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് പോകാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 10,000 സൂംസ് എങ്ങനെ 10 മിനിറ്റ്സിനേക്ക്. അതും കണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ അടുത്തുള്ള ഒരു പാർക്ക് കാണാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ പയമ്പൊരി പോലൊരു സാധനം കണ്ടപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ കടയിൽ കയറി. അപ്പോൾ ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? ഉരുളക്കിഴങ്ങും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. ഹായ് പക്ക പക്ക. എന്തായാലും കാട്ടണത് അവരിപ്പോൾ നമ്മളെ കണ്ട സമയത്ത് ഇവിടുന്ന് വാങ്ങി തന്നതാണ്. റഹ്മത്ത്. അപ്പോൾ ഇവരെ കണ്ട സമയത്ത് ഇവർക്ക് വാങ്ങിക്കൊടുത്തതാണ്. ഒരു 4 മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവർ ഇവരെ കണ്ടിട്ട് ഇവരത് തീറ്റി കണ്ടിട്ട് ഇവരുടെ കയ്പ് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടായിരിക്കണം. എന്താ ഷെസിൻ റിവ്യൂ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൊള്ളാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഞാനുള്ളത് അമീർ തിമൂർ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു വാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. പല ഐറ്റംസ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ നമുക്ക് പോകുന്ന രീതിയിലുള്ള ഒരു അമീർ തിമൂർ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇവരുണ്ട് ഇങ്ങനെ തലയും ചൊറിഞ്ഞിട്ട് അങ്ങോട്ടേക്കോ നടക്കണം. കൊക്കക്കോളയും പെപ്സി ഇവിടെ കോമ്പറ്റേറ്റ് ചെയ്യാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഫ്രഷ് ജ്യൂസ് ഇല്ല. നമുക്ക് ഇവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടില്ല. അതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. ഇവർക്ക് ഈ ഹോട്ട് ഡോഗ് അതേപോലെ തന്നെ സോസേജ് ഇതൊക്കെയാണ് മെയിൻ ഫുഡ്. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോസ് വരച്ച് വെച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റ്
സ്ട്രീറ്റ് ഫുള്ള് പെയിൻറ്റിങ്സ് ആണ്, ഫുൾ പെയിൻറ്റിങ്സ്. ഇതൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, അവരത് വാങ്ങും. നമുക്കത് ഇൻട്രസ്റ്റ് ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഷാരൂഖ് ഖാനെയും സൽമാൻ ഖാനെയും കുറിച്ച് ചോദിക്കുകയാണ്. ഓക്കെ, കജോൾ ബ്യൂട്ടിഫുൾ. പഴയ ഈ ടോർട്ടോയ്സും ഈ കാര്യങ്ങളൊക്കെ പഴയ ഗ്രീക്ക് ദൈവങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തോ ഒരു പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് ഓടിക്കുന്നത് ഇതേ ചാത്തം പിടിച്ച വണ്ടി വന്നിട്ടുണ്ട് ഈ സ്ട്രീറ്റിൽ. ഇല്ല, ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. എന്തൊക്കെയോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് കണ്ടിങ്ങനെ നടക്കുന്ന സമയത്താണ് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു പരിപാടി നടക്കുന്നത് കണ്ടത്. അത് ശരിക്കും ഒരു ഗാനമേളയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അടുത്ത പാട്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പാട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളെല്ലാം. പാട്ടിന് വേണ്ടി കുറേ നേരം കാത്തിരുന്ന് കേട്ടതാണ്. എങ്ങനെയുണ്ട്? ശരിക്കും ഏതാ ഇഷ്ടപ്പെട്ടത്? നമുക്ക് ഡ്രീം പാർക്ക് ഇഷ്ടമായി, ആ അൻഹോർ ഇഷ്ടമായി. വേറെ പിന്നെ മാജിക് സിറ്റി കുഴപ്പമില്ല. മാജിക് സിറ്റി കുഴപ്പമില്ല. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്രയൊക്കെ തന്നെയുള്ളൂ. കുറേ ദൂരം നടന്നിട്ട് കുട്ടി ക്ഷീണിച്ചു പോയി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നെക്സ്റ്റ് മാളിലേക്ക് പോയി. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരു നോർമൽ മാളായിരുന്നു ഈ നെക്സ്റ്റ് മാൾ. നെക്സ്റ്റ് മാളിലേക്ക് കയറുകയാണ്. അതായത് ഞങ്ങൾ 10 മിനിറ്റ് മുന്നേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ, പിന്നെയും വിശക്കണമെന്ന്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഏറ്റവും വില തോന്നിയ ഒരു സാധനമാണ് പഴം. 24,990. അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുന്ന സമയത്ത് 160 രൂപേൻ്റെ അടുത്ത്. അപ്പോൾ ഉള്ളിക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരുന്നത് 4000 സോമിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് എത്തുന്ന സമയത്ത് 27 രൂപ, 40 രൂപ, 45 രൂപ, 6 ഇഞ്ചാണ് എല്ലാ സാധനത്തിനും വരുന്നുണ്ടല്ലേ. ആപ്പിളിന് 29. ആപ്പിളിന് എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. സാധനം വാങ്ങൂലെങ്കിലും വെറുതെ വില ചോദിക്കുന്ന ഒരു ശീലം. അതെ, ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മുട്ടായിസ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ കയറിയില്ല. ഇത് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ MRP ഇല്ല. ഉസ്ബെക്കിസ്ഥാനിൽ MRP ഇല്ലാത്തതുകൊണ്ട് ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ഉണ്ടാവും. അത് ഈ സാധനം നിങ്ങൾക്ക് എല്ലാം സ്നിക്കേഴ്സ്, ക്വിക്സ്, കിറ്റ്കാറ്റ്, അതായത് ഈ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഏത് നാട്ടിൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഓരോ റേറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ ഷോപ്പ് കയറുമ്പോൾ ഡിഫറെൻറ്റ് റേറ്റാണ്. ആ ഒരു കാര്യമുണ്ട്. ഇവിടെ MRP ഇല്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ഞാനിങ്ങനെ റേറ്റ് കാർഡിൻ്റെ മുകളിൽ കൂടെ പോവാം. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, നാട്ടിലെ റേറ്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്രൈ ഫാനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത ആൾക്കാർക്ക് ഏകദേശം ഇവിടുത്തെ റേറ്റ് അറിയാം. 1,94,000 സോമാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് 1200 രൂപയാണ് ഈ ഒരു ഫ്രൈ ഫാൻ. അപ്പോൾ ഫ്രൈ ഫാൻ കൊണ്ടുവരാത്ത ആൾക്കാർ കാസ്റ്റഡ് അയണാണ് കേട്ടത്. കാസ്റ്റഡ് അയണാണ്, അതുകൊണ്ട് തന്നെ നല്ല കനമുണ്ട് ഇതിന്. അപ്പോൾ ഇതുണ്ടല്ലേ റൈസൊക്കെ ഇട്ട് വെക്കാനുള്ള സാധനമാണെങ്കിൽ ഇതിന് ഓൾമോസ്റ്റ് 2,400 രൂപയുണ്ട്. 3,000 രൂപയല്ല, 2,400 രൂപേൻ്റെ അടുത്തുണ്ട് ഇതിന്. ഇവിടുത്തെ കെച്ചപ്പിന് നാട്ടിലെ ടേസ്റ്റ് ഉണ്ടാ? ഒരു ടേസ്റ്റ് ഇല്ല ഇവിടുത്തെ കെച്ചപ്പ്. തീരെ ടേസ്റ്റ് ഇല്ല. എങ്ങനെയുണ്ട് നന്ദന? കെച്ചപ്പ് മുത്താണ്. ഇത് നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാണ്. കഴിക്കാറുണ്ടോ? ഇതാണ് എപ്പോഴും കുടിക്കാറ്. സെൽഫ് കുക്കിംഗ് ചെയ്യാറുണ്ട് അവിടെ? സെൽഫ് കുക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ ഫസ്റ്റ് ചെയ്ത് പിന്നെ മെസ്സ് ഒരു 2 ദിവസം ഉണ്ടായിരുന്നില്ല, അപ്പൊ ചെയ്തിട്ടുണ്ട്. അന്നെന്തുണ്ടാക്കി? അന്ന് ആദ്യത്തെ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കി. എവിടുന്ന് ചിക്കൻ വാങ്ങി? ചിക്കൻ അവിടെ തന്നെ അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങി, അവിടെ യൂണിവേഴ്സിറ്റിന്റെ അടുത്തല്ല. ഓക്കെ. എന്ത് പിന്നെ പിറ്റേ ദിവസം സാമ്പാർ ഉണ്ടാക്കി. പച്ചക്കറി ഹവാസ് ഉണ്ട്. ഹവാസ് വാങ്ങി. ആരുണ്ടാക്കി? ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്കി. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായി. മെസ്സിലുള്ളതിനേക്കാൾ ടേസ്റ്റ്. അടിപൊളിയായിരുന്നു. ഞങ്ങള് ഒരു ഭയങ്കര സെലക്ഷനിലാണ്. ഭയങ്കര വളരെ മെച്ചൂർഡ് ആയതുകൊണ്ട്. ഓക്കെ, അതെ. ഓരോരുത്തർ ഇത് വെറുതെ കിട്ടുന്നതാണോ? അല്ല, 2-3 എണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 മുട്ടയ്ക്ക് 24,000 സോമായിരുന്നു. അതായത് ഒരു മുട്ടക്ക് ഓൾമോസ്റ്റ് 12 രൂപയാണ് വരിക. അവിടെ കണ്ടായിരുന്നല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 10 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് ഒരു 2 രൂപ കൂടുതലുണ്ടാവും. പക്ഷേ ഇത് പാക്കഡ് ആണ്. പിന്നെ ഐസ്ക്രീംസ് നോക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഇതാണ്ടല്ല, ഈ ചോക്കോബാറിനൊക്കെ ഓൾമോസ്റ്റ് 6,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 രൂപേൻ്റെ അടുത്തൊക്കെയാണ് ഈ ചോക്ലേറ്റ് വരുന്നത്. 30 രൂപേൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആരും ഇവിടുന്ന് വാങ്ങാറില്ല, യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് വാങ്ങാറുള്ളത്. ഇവിടെ സേഫ് ആണ്. നല്ല സേഫ് ആണ്. നമുക്ക് രാത്രിയൊക്കെ എപ്പോ വേണമെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാം. സേഫാ. ബൈ. ഇവിടെ കോസ്മെറ്റിക്സിൻ്റെ ഉണ്ട്. കോസ്മെറ്റിക്സ് ഇവർ ഒരുപാട് ഉപയോഗിക്കുന്ന, ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കോസ്മെറ്റിക്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല. ഇവരിങ്ങനെ പുട്ടിട്ടോ ഒന്ന് തുടച്ചാൽ അങ്ങനെ കുറെ കിട്ടും. അങ്ങനെ എല്ലാവരും ഇടുന്നുണ്ടല്ലേ, ഒരാളും ഇടാതെ. ഏജ്ഡ് ആയവർ പോലും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ചിലർ ഇങ്ങനെ കവറൊക്കെ ചെയ്തിട്ട് ഒട്ടും ഇടാത്തവരുണ്ട്, ഒന്നും ഇടില്ല.
ഇടണവരാണെങ്കിൽ ഭയങ്കര ഓവറായിരിക്കും. എനിക്കൊന്നും ഒരു 90% ആൾക്കാരും ഇടും. എങ്ങനെയുണ്ട് ഇവിടുത്തെ റേറ്റ് ഒക്കെ കോസ്മെറ്റിക്സിന്റെ? നല്ല റേറ്റ് ഉണ്ട് കോസ്മെറ്റിക്സ്, പക്ഷെ നല്ല രസാ കാണാൻ. ലിപ്സ്റ്റിക്കിനൊക്കെ ഓരോ ഷെയ്ഡ്സ് ഉണ്ട്, നമ്മുടെ സ്കിന്നിനനുസരിച്ച് എല്ലാത്തിനും ഓരോ ഷെയ്ഡ് ഉണ്ട്. അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഭൂരിഭാഗം ഡ്രസ്സുകളൊക്കെ നൈസാ, ഭയങ്കര സെലക്ഷൻ ആണ്. നിങ്ങൾ ഡ്രസ്സ് നാട്ടിൽ നിന്നുണ്ടെന്നാണ് വന്നതിന് ശേഷം വാങ്ങിയത്? നാട്ടിൽ നിന്ന് ഓടുന്നത് തന്നെയാണ്, ഇവിടുന്ന് മേടിച്ചില്ല, പക്ഷെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇവിടുത്തെ ഡ്രസ്സ് ട്രൈ ചെയ്യണമെന്നുണ്ട്, കാരണം ഭയങ്കര അട്രാക്റ്റീവാ കാണാനൊക്കെ. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അടുത്ത് പോകല്ലേ? ഇതൊക്കെ ഓരോ ടൈപ്പാണ് ഇവിടെ ഉള്ള, പക്ഷെ എനിക്ക് വന്ന് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണല്ലേ, ഭയങ്കര സ്റ്റൈലിഷ് ആണ്. 1000 രൂപയൊക്കെ ആണ് കേട്ടോ ഈ ഡ്രസ്സുകൾക്ക്. ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഹെയർ ആക്സസറീസ് ആണെന്നാണ് പറയുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ റേറ്റ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 74,000 സോംസ്, അതായത് ഓൾമോസ്റ്റ് നാട്ടിലൊരു 500 രൂപ. എല്ലാത്തിനും ഓൾമോസ്റ്റ് ഒരു 500 രൂപയാണ് റേറ്റ്. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. നെക്സ്റ്റ് മാളിൻ്റെ ഒരു വൈഡ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലോർ നമുക്ക് നോക്കാം. ഇത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടും എല്ലാ ഫ്ലോറിലും ഫുഡ് കോർട്ട് മിക്സഡ് ആണെന്ന് തോന്നുന്നു. സിനിമ നെക്സ്റ്റ്. ഇവിടെ റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ ഉസ്ബെക്ക് ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഫാഷൻ്റെ ഒരു കലവറയാണ് കേട്ടോ അല്ലേ. എന്ത് റേറ്റ് ഉണ്ടെന്ന് നോക്കാം നമുക്കിവിടെ. ബാഗിൻ്റെ റേറ്റ് 2,73,000. 2,73,000 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 2,300 രൂപേൻ്റെ അടുത്ത്. ഇവിടെയുള്ള സാധനങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് മോഡല്. ഷൂവിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. 6,79,000. അതായത് നാട്ടിലൊരു 6,000 രൂപേൻ്റെ അടുത്ത്, 6,000 രൂപ ആ ഒരു റേഞ്ച്. അപ്പോൾ ഓൾമോസ്റ്റ് 6,000-7,000 രൂപയ്ക്കാണ് ഇവിടുത്തെ ഷൂവിന് വരുന്നത്. ഇന്ത്യൻസിനെ കണ്ടുകൊണ്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മാളിൽ എക്സ്പീരിയൻസ്? ഇവിടെയാണ് ICT ഉള്ളത്. ICT എന്ന് പറഞ്ഞാൽ ഐസ് സ്കേറ്റിങ്ങുള്ള സ്ഥലമാണ്. പക്ഷെ എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഇവർക്ക് ഈ ഇതൊന്നും താല്പര്യമില്ല. താല്പര്യമുള്ള ഒറ്റ സാധനമുള്ളൂ, ഡിനോസറിൻ്റെ എല്ലുണ്ട്, അതുപോലെ തന്നെ ഡിനോസറിൻ്റെ മുട്ടയുണ്ട്. മുട്ടൻ്റെ ഉള്ളിൽ എന്താണാവോ? ഒരു കുഞ്ഞ്. ഹായ്. ഇപ്പം നമ്മളുള്ളത് ഈ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആണ് മല്ലിക ബസാർ. ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്താണോ ചർച്ച? വാഷിംഗ് മെഷീൻ എന്തിനാണോ? നമ്മളിപ്പം യാങ്കി എന്താണ്? ഡ്രീം പാർക്ക്. അപ്പോൾ ഡ്രീം പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ക്യാമറ എടുക്കാത്തതുകൊണ്ട് ശരി പറയാണ്, ബാഗ് എടുക്ക്, വ്ളോഗ് തുടങ്ങുന്നു. എങ്ങനെയുണ്ട് തഷ്കന്ത് ലൈഫ്? തഷ്കന്ത് കുഴപ്പമില്ല, അടിപൊളിയാ. എന്താ അതിനൊരു ആവശ്യമില്ലാത്തത്? കുഴപ്പമില്ല, അടിപൊളിയാ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തഷ്കന്ത്? ചില്ലാണോ അല്ലെങ്കിൽ ബോറടിക്കണ്ട? ചില്ലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ന്യൂ ഇയറിന് എന്തൊക്കെ പരിപാടിയാണ് ഉണ്ടായിരുന്നത്? ന്യൂ ഇയറിന് കൺസേർട്ട് ഉണ്ടാകും, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ കയറണം. 8 മണിക്ക് കയറണം. നമ്മളെ തഷ്കന്ത് ടവറിൻ്റെ തൊട്ടടുത്തുള്ള മിനാർ മോസ്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ഞാൻ എന്തായാലും പോയോക്കട്ടെ. എങ്ങനെയുണ്ട് മിനാർ മോസ്ക്? സെറ്റാണോ? മിനാർ മോസ്ക് എങ്ങനെയുണ്ട്? ആണ്. ഓൾമോസ്റ്റ് 6 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ നേരെ അതിൻ്റെ അടുത്തുള്ള TV ടവർ കാണാൻ വേണ്ടി പോയി. ഞാനിപ്പം തഷ്കന്ത് ടവർ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ തഷ്കന്ത് ടവറിൻ്റെ അടുത്തേക്ക് ഞാനിവിടെ തഷ്കന്ത് TV ടവറിൻ്റെ അടുത്ത് എത്തി. പക്ഷേ നടന്നിട്ടല്ല കേട്ടോ, അവിടുന്ന് ടാക്സി വിളിച്ച് പോകുന്നു. ആ ബൈക്കല്ലായിരുന്നു, അതിൻ്റെ ബേക്കിലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സെക്യൂരിറ്റി ആണ് കേട്ടോ. ഈ തഷ്കന്ത് ടവറിൽ കയറാൻ ഓരോ സ്ഥലത്തുള്ള ടവറുകളുണ്ട് ഇവിടെ. അപ്പോൾ ടവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പണ്ടത്തെ ടാപ്പ് കേസറ്റില്ലേ, അതുണ്ട് ടാപ്പ്. ഇവിടെ കുറേ ഹാൻഡ് ക്രാഫ്റ്റുകൾ, സെറാമിക്കിൻ്റെ ഒക്കെ ഹാൻഡ് ക്രാഫ്റ്റുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റി ഫുള്ള് കാണാം കേട്ടോ. പക്ഷേ തഷ്കന്ത് സിറ്റി ദുബായ് സിറ്റി പോലെ ഒന്നും ഭയങ്കര ലൈറ്റിംഗ് ആയിട്ട് തിളങ്ങി കിടക്കുന്നൊന്നുമില്ല. ഓക്കെയാണ്, കാണാനൊരു വ്യൂ ഉണ്ട്, കുഴപ്പമില്ല. TV ടവറും കണ്ട് ഞാൻ തിരിച്ചു വന്നു. നാളെ നമുക്ക് തഷ്കന്തിലുള്ള കുട്ടികളുടെ ഒരു ഡ്രീം ലൊക്കേഷനായിട്ടുള്ള അമീർസോയ് കാണാൻ പോകണം.